10 അടി ഉയരം, അതിനൊത്ത തലയെടുപ്പും, ഇടയില്ല അക്രമവാസനയില്ല. 600 കിലോ ഭാരമുള്ള റോബോട്ടിക് ആനയെ ഒറ്റനോട്ടത്തിൽ ജീവൻ തുടിക്കുന്ന കൊമ്പനായെ തോന്നും. ഫൈബർ, റബ്ബർ, പിന്നെ മെറ്റൽ, അതുമാതിരി തന്നെ മോട്ടർ, പിന്നെ ഇലക്ട്രിക് പാർട്സ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആനയാണ് നിർമ്മിക്കുന്നത്. ഈ ആന ഓട്ടോമാറ്റിക്കായിട്ട് ചെവി അനക്കും, കണ്ണനക്കും, വാല് തുമ്പിക്കൈ, വെള്ളം ചീറ്റും, തല അങ്ങോട്ടൊക്കെ തിരിക്കും. ഇതൊക്കെ നമ്മളിതിൻ്റെ മെക്കാനിക്കൽ പാർട്സിൽ വരുന്നതാണ്. പെരുങ്കടവിള ശ്രീ ബാലഭദ്രകാളി ക്ഷേത്രത്തിലാണ് ദേവിദാസൻ എന്ന് പേരിട്ട റോബോട്ടിക് ആനയെ നടക്കിരുത്തിയത്. അമേരിക്കയിലെ വെർജീനിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പീറ്റ ഇന്ത്യ എന്ന മൃഗസ്നേഹി സംഘടനയാണ് ജീവനുള്ള ആനയുടെ അതേ വലിപ്പമുള്ള റോബോട്ടിക് ആനയെ ക്ഷേത്രത്തിന് നൽകിയത്. ഏതൊരു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരു പേടി കൂടാതെ അതിൻ്റെ അടുത്ത് നിൽക്കാനും അതിനോട് നമുക്ക് സഹകരിക്കാനും പറ്റും. പിന്നെ യാതൊരു വിധത്തിലുള്ള ഒരു ആന ഇടയുന്ന സാഹചര്യമോ ആൾക്കാർക്ക് അപകടം പറ്റുന്ന അങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ മെക്കാനിക്കൽ എലിഫന്റിലൂടെ ഉണ്ടാവില്ല. ലോഹങ്ങളും ഫൈബറും റബ്ബറും കൊണ്ട് നിർമ്മിച്ച ദേവിദാസന്റെ കണ്ണുകളും കാതുകളും വാലും തുമ്പിക്കൈയും വൈദ്യുതിയുടെ സഹായത്താൽ 4 മോട്ടോറുകളുടെ സഹായത്തോടെ ചലിക്കും. 4 ആളുകളെ വരെ വഹിക്കാൻ ആനയ്ക്ക് കഴിയും. പ്രധാനമായും പരിസ്ഥിതി അല്ലെങ്കിൽ യാതൊരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കരുത് എന്നുള്ളത് മാത്രമാണ് ഞങ്ങളിങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കാനുള്ള കാരണം. എന്നാൽ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടുകയും വേണം എന്നുള്ളതും കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിൽ നടന്ന ദേവിദാസന്റെ നടക്കിരുത്തൽ ചടങ്ങ് നടി പാർവതി നായർ നിർവഹിച്ചു. പീറ്റ ഇന്ത്യ ഭാരവാഹികൾ, ക്ഷേത്ര ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥാണ് നമ്മുടെ കൂടെയുള്ളത്. ഗോകുലെ, പലയിടങ്ങളിലും മാറി ചിന്തിക്കുന്നു എന്നുള്ളത് കൂടി പ്രധാനമാണല്ലേ. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു നാടൊക്കെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ജീവനില്ല എന്ന് പറയത്തില്ല. ഇതിപ്പോൾ ഉത്സവകാലമാണ്. ഈ ഉത്സവകാലങ്ങളിലൊക്കെ പലപ്പോഴും ഈ വാർത്തകളിൽ നിറയുന്ന ഒന്നാണ് ആനകൾ ഇടയുന്ന സംഭവങ്ങളും അതേപോലെ തന്നെ ആനയുടെ ജീവനും മനുഷ്യന്റെ ജീവനും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകളും പലപ്പോഴും വരികയും ചെയ്യാറുണ്ടെന്നാണ്. പലപ്പോഴും ഈ ആനകളെയൊക്കെ മയക്കുവെടി വെച്ചും അല്ലെങ്കിൽ അത്തരത്തിൽ തളയ്ക്കേണ്ട ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഒരു പ്രതിവിധി എന്ന വിധത്തിൽ ഈ റോബോട്ടിക് ആനകളുടെയൊക്കെ ഒരു കടന്നുവരവും പല ക്ഷേത്രങ്ങളും ആ രീതി അവലംബിക്കുകയും ചെയ്യുന്നുണ്ട്, അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു, മുൻപോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ മാതൃക തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ വരുന്നത്. കാരണം പലപ്പോഴും ഇത് മൃഗങ്ങളുടെ ജീവന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആനകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ മാർച്ച് മാസത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവങ്ങളൊക്കെ തന്നെ ഈ ആനയെ പൊരി വെയിലത്ത് കൊണ്ടു നിർത്തി അതേപോലെ തന്നെ ചെണ്ടയോടെയും ഒക്കെ വലിയ ശബ്ദങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ആനകൾക്കും വലിയ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ആന ഇടയുകയും ചെയ്യും. അത് പിന്നീട് നിരവധി ആളുകളുടെ കൂട്ടക്കുരുതിയിലേക്കൊക്കെ കലാശിക്കുന്ന തരത്തിലേക്ക് പല വാർത്തകളും ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധി അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റി ചിന്ത അതൊരു ആവശ്യ ഘടകമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പെരുങ്കടവിളയിലെ ക്ഷേത്രവും ഇത്തരത്തിലൊരു റോബോട്ടിക് ആനയെ ഏറ്റെടുക്കാൻ തയ്യാറായതും ആ ഒരു പരിപാടിയുടെ ഭാഗമായി പീറ്റ ഇന്ത്യ ഇത്തരത്തിലൊരു ആനയെ നടക്കിയെടുത്തുകയും ചെയ്തു. എന്തായാലും പല ക്ഷേത്രങ്ങളും അവലംബിക്കുന്നുണ്ട്. മുൻപ് നമ്മൾ തന്നെ പലപ്പോഴും വാർത്തകൾ ചെയ്തതാണ്. ഈ ആനയുടെ ആക്രമണങ്ങൾക്കപ്പുറത്തേക്ക് പലപ്പോഴും നമ്മുടെ ചില ആചാരാനുഷ്ഠാനങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളല്ലാത്ത ചില കാര്യങ്ങൾ കൂടെ കടന്നു വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് മൃഗങ്ങൾക്കാണെന്നുള്ളതാണ്. ഈ രാത്രിയിൽ ഉറക്കമില്ലാതെ ആനയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നത്, അതേപോലെ തന്നെ ആഘോഷങ്ങളുടെ ഭാഗമാക്കി ആനകളെ മാറ്റുമ്പോൾ ആനകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, നിരവധി പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടാകുന്നുണ്ട്. ആ പ്രശ്നത്തിലൊക്കെ ഒരു പരിഹാരം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ പീറ്റ ഇന്ത്യ ആനയെ നടക്കിയിരുത്തിയിരുന്നത്. എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ 10 അടി ഉയരമുണ്ട്, 600 കിലോ ഭാരമുണ്ട്. ഒരാനയ്ക്ക് വേണ്ട അല്ലെങ്കിൽ ഒരാനയ്ക്ക് എന്താണോ ഒരു ഭംഗി എന്നുള്ള തരത്തിലുള്ളത് ആ എല്ലാ ഭംഗിയും ഇത്തരത്തിൽ ഈ ഒരു ആനയിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ ക്ഷേത്രങ്ങൾ ഈ ഒരു മാതൃക ഏറ്റെടുക്കണമെന്നുള്ളതാണ്. ക്ഷേത്രങ്ങൾ മാത്രമല്ല മറ്റു ഉത്സവങ്ങളിലും പരിപാടികളിലും ഒക്കെ ആന എഴുന്നള്ളത്തുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ മാറി ചിന്തിക്കേണ്ട ഒന്നാണ്. നമ്മൾ ഈ ഒരു റോബോട്ടിക് ആനയെ കുറിച്ച് ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഈ റോബോട്ടിക് ആനയൊക്കെ എത്തിക്കുന്നു എന്ന് കുറേ നാളുകളായി കേൾക്കുന്ന ഒരു കാര്യമാണല്ലേ. നിലവിൽ നടക്കുന്ന സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പലരും മാറി ചിന്തിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുത്തതിനൊപ്പം ഏത് നാട്ടിലാണോ ആ നാട് ഒന്നാകെ കൂടെ നിൽക്കുന്നു എന്നുള്ളതും നല്ല കാര്യം തന്നെയാണ്. ശരി ഗോകുൽ.